പ്രൈസലോ കർത്താവിന്റെ ദിവസമായി നാം പാടുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 2 രാജാക്കന്മാർ എഴുതിയ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒരു ദിവസം ഏലിശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ഭാഗം നമ്മൾ ഒന്നിച്ച് വായിച്ച് ചിന്തിച്ച് ആത്മീയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വചനം ശുശ്രൂഷയിൽ എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ ആ വചനം അനുഗ്രഹമായി മാറണം. പ്രൈസലോ. അപ്പൊ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ എലിശ ചെയ്ത 5 അത്ഭുതങ്ങൾ, അതിലൊന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു, വിധവയുടെ വീട്ടിലെ ദൈവപ്രവൃത്തി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ശൂനേംകാരത്തിക്ക് ലഭിച്ച പ്രതിഫലം, അവൾ ചെയ്ത പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം അവൾക്ക് ലഭിക്കുക. ഇവിടെ ഈ ശൂനേംകാരി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീ അല്ല, അവളൊരു ധനികയാണ്. അവർക്ക് പണം ഇഷ്ടം പോലെയുണ്ട്. ദൈവദാസന്മാരെ വീട്ടിൽ സ്വീകരിക്കുവാനും അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുവാനും ഒക്കെ കഴിയുന്ന നല്ല മനസ്സുള്ള ഒരു ധനികയായ ഒരു സ്ത്രീയാണ്. പക്ഷെ അവളുടെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടെന്നുള്ളതാണ്. പ്രൈസലോ. അപ്പം പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും വളരെ ധനികയാണെങ്കിലും അവർ നല്ല മനസമാധാനത്തോടെ ആഡംബരമായ ജീവിതം നയിക്കുന്നുവെന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അനവധി വേദനകളുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ധനികയായ ഈ സ്ത്രീക്കും വളരെ പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരെയും വിലയിരുത്തി ഒരുപോലെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരും അടുത്ത് ചെല്ലുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന കഷ്ടത നമുക്കറിയുള്ളൂ. അതുകൊണ്ട് ആരെയും നാം പുറത്തുനിന്ന് വിധിക്കരുത്. ആരെയും പുറത്തുനിന്ന് വിധിക്കുകയോ ആരുടെയും ജീവിത സാഹചര്യങ്ങൾ കണ്ട് അവരെ നമ്മൾ വിമർശിക്കുകയോ ചെയ്യരുത്. നമ്മൾ അറിയാത്ത അനവധി സങ്കടങ്ങൾ അവർക്ക് കാണും. രക്തക്ഷയം അവരാരോടെങ്കിലും ഒന്ന് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. ഉള്ളവനെ ഇല്ലാത്തവനെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുന്നു. സാധാരണക്കാരുടെ വിഷയം മാത്രമല്ല, ഈ ധനികയായ സ്ത്രീയുടെ ജീവിതത്തിലെ സങ്കടങ്ങളും അവളുടെ വിഷയങ്ങളും അറിയാവുന്ന യഹോവയായ ദൈവം ആ വിഷയത്തിനും പരിഹാരം കൊടുക്കാൻ ആഗ്രഹിക്കുക. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത ശ്രോതാവേ, ഞാൻ മുമ്പ് ആവർത്തിച്ച് ആരെയും നമ്മൾ വിധിക്കാതെ നമ്മൾ അവരുടെ വിഷയങ്ങൾ അറിയാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. ശൂനേംകാരത്തിയുടെ പേർ എന്താണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. ശൂനേം എന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. എലീശ ശൂനേമിൽ പോയിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. അവളുടെ ഭർത്താവ് വൃദ്ധനായിരുന്നെങ്കിലും അവൾക്ക് കുഞ്ഞില്ലായിരുന്നു എന്നുള്ളത് അവളുടെ വലിയ വേദനയാണ്. ഇവർക്ക് ഒരുപാട് ധനമുണ്ട്, നല്ല കുടുംബമാണ്, ഭർത്താവുമായിട്ട് വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരു കുഞ്ഞില്ല എന്നുള്ളതിന്റെ വലിയ സങ്കടം ആ കുടുംബത്തിനകത്തുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ശൂനേംകാരത്തിയുടെ പേര് മാത്രമല്ല, അവളുടെ ഭർത്താവിന്റെയോ പിന്നത്തേതിൽ അവൾക്ക് ദൈവം കൊടുത്ത മകന്റെയോ പേര് ഇവിടെ ചേർത്തിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ജീവിതം വിശുദ്ധിയിലും ഭക്തിയിലും ഉള്ളതായിരുന്നു എന്ന് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വേദപുസ്തകത്തിൽ പേര് വരാത്ത അനവധി ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എല്ലാവരുടെയും പേര് വേദപുസ്തകത്തിൽ കൊടുത്തില്ല. പക്ഷെ ദൈവനാമത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട പലരുടെയും പലരുടെയും പേരുകൾ ഇല്ലെങ്കിലും അവർക്ക് ദൈവം ചെയ്ത നന്മകളെ നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, എന്നെ കേൾക്കുന്ന പ്രശ്നം, ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളങ്ങ് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ഞാൻ കൂടെ നടക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, ഒരു ഉദാഹരണം, നിങ്ങളോടൊപ്പം ഞാൻ കൂടെ നടക്കുന്നു, നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു, നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, നിങ്ങളോടൊപ്പം അന്തി ഉറങ്ങുന്നു, നിങ്ങളുമായിട്ട് നല്ല സമ്പർക്കവും നല്ല ചങ്ങാത്തവും ഒക്കെ എനിക്കുണ്ട്.
പക്ഷെ ഞാൻ നിങ്ങളെ മറക്കാൻ സാധ്യതയുണ്ട്. എല്ലാ സമയത്തും ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയില്ല. ചില സമയം ഞാൻ നിങ്ങളെ കാണുമ്പോഴായിരിക്കും ഓർക്കുന്നത്. അല്ലേലിയ. മനുഷ്യൻ അങ്ങനെയൊക്കെയാ കേട്ടോ. നമ്മൾ ഈ ചില ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോരാൻ നേരത്ത് നമ്മൾ പറയും, ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത്രയേ ഉള്ളൂ, ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നമ്മളെ കാണുമ്പോഴായിരിക്കും, പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. അവൻ നമ്മെ എപ്പോഴും ഓർക്കുന്ന ദൈവമാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്നെ എപ്പോഴും ഓർത്ത് നീ കടന്നു പോകുന്ന വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ അവയെ നന്നായിട്ട് മനസ്സിലാക്കുന്നത് എന്റെ കർത്താവാ കേട്ടോ. അല്ലേ? അപ്പൊ അവൾക്ക് കുഞ്ഞില്ലെങ്കിലും ആ കുടുംബം വളരെ വിശുദ്ധിയിലും വളരെ ഭക്തിയിലും ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രവർത്തിക്കുകയും ദൈവദാസന്മാരെ ഭവനത്തെ കൈക്കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് ശ്രേഷ്ഠമായത് നൽകി അവരെ നന്നായി പോറ്റുന്ന ഒരു നല്ല കുടുംബം. അതായത് ദൈവത്തിന്റെ ദാസിദാസന്മാർ ഭവനത്തിലേക്ക് വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കാതെ, അവരെ നിന്ദിക്കാതെ, അവരെ കാണുമ്പോൾ കതവ് കൊട്ടി അടയ്ക്കാതെ, അവരെ കാണുമ്പോൾ മക്കളോട് പറ അമ്മയുടെ ഇല്ല, അച്ഛനോട് ഇല്ല എന്ന് പറഞ്ഞവരെ പറഞ്ഞയക്കാതെ, അവർ വരുമ്പോൾ സന്തോഷത്തോടെ നിങ്ങൾ അവരെ വീട്ടിനകത്ത് സ്വീകരിക്കണം. അല്ലേ? നിങ്ങൾക്കുള്ളത് കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളെങ്കിലും നിങ്ങൾ അത് കൊടുത്താൽ മതി. പക്ഷെ ആ ദൈവദാസൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത് ദൈവം കൊടുത്ത ദൂതുമായിട്ടായിരിക്കും. ചില അത്ഭുതങ്ങളുമായിട്ടുമായിരിക്കും ദൈവം വരും. ആ ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് അവരെ അയക്കുന്നത്. നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ശൂലക്കാരി എന്ന് പറയുന്ന ആ ധനികയായ സ്ത്രീ, അവളുടെ സങ്കടങ്ങൾ അവൾ പലരോട് പങ്കുവെച്ച് കാണും, പലരോട് പറഞ്ഞു കാണും. ആ കാലഘട്ടത്തിൽ അവൾക്ക് പറയാവുന്നവരോടൊക്കെ പറഞ്ഞു കാണും. പക്ഷേ ആ വിഷയത്തിന് പരിഹാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൈവപുരുഷൻ ദിനംതോറും അവളുടെ പടിവഴിയായി പടിവാതിലൂടെ ഈ ശൂന്യത്തിലേക്ക് പോകുന്നവർ. അല്ലേലിയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലിയ. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ശൂന്യകാര്യത്തിന്റെ ഭർത്താവിനോട് പറയാണ്, നമ്മുടെ വഴിയായി ദിനംതോറും കടന്നു പോകുന്ന ഈ ദൈവപുരുഷൻ ഒരു വിശുദ്ധനാണെന്ന് തോന്നുന്നു. അത് നമ്മളൊരു വിശുദ്ധനാണെന്ന് ലോകത്തിന് മുമ്പിൽ നമ്മൾ തെളിയിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങളൊരു വിശുദ്ധനാണെന്ന് നിങ്ങളെക്കുറിച്ച് ജനം പറയത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിത സാക്ഷ്യത്തെ നിങ്ങൾ നിലനിർത്തണം. രക്തം ചെയ്യും. അല്ലേറിയ. അപ്പം നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മൂടി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു കസേരയും ഒരു വിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് ഈ സ്ത്രീയെ തന്റെ ഭർത്താവിനോട് പറയുക. ഈ ധനികയായ സ്ത്രീ തന്റെ ഭർത്താവിനോട് പറയുക, അവന് നമ്മുടെ ഇതിനോട് വരുമ്പോൾ അവന് പാർക്കാൻ വേണ്ടി നമുക്കൊരു മുറി പണിയാം, ഒരു കട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ കസേരയുണ്ടാക്കാം, കുത്തുവിളക്കുണ്ടാക്കാം. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവർ കയറി പാർക്കാമല്ലോ. എന്ത് നല്ല സഹകരണമല്ലേ! ആ കുടുംബത്തിന്റെ ദൈവസ്നേഹം നിങ്ങൾ ഓർത്തോണം. അതുപോലെ ആയിരിക്കും നമ്മുടെ കുടുംബമൊക്കെ കേട്ടോ. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടതായിരിക്കണം. അല്ലേലൂയ. വീണ്ടും പറയുകയാണ്. അല്ലേലൂയ. സ്തോത്രം. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളികമുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് ശൂന്യക്കാരിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ മുമ്പിൽ വന്നു നിന്നു. എലീശ അവനോട്, നീ ഇത്ര താല്പര്യത്തോടെ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എലീശയുണ്ട്, തന്റെ കൂടെ നടക്കുന്ന ഗേഹസിയുണ്ട്. ഈ എലീശയും ഗേഹസിയും ഇത്രമാത്രം എന്നും സഹായിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുകയും കിടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്ത് ആ വീട്ടിലെ സഹോദരങ്ങളെ പോലെ സ്വീകരിച്ചുകൊണ്ടിരുന്ന എലീശയ്ക്ക് ഒരു ആഗ്രഹം. അവൾ ഇത്രയും ഞങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ, ഇത്രമാത്രം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ടല്ലോ, അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം? അല്ലേലിയ. സ്തോത്രം. എന്ത് ചെയ്തു കൊടുക്കണം? അല്ലേ? എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഗേഹസി എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് പറയാ, അവൾക്ക് മകനില്ല, അവൾ ഭർത്താവ് വൃദ്ധനാണ്. അല്ലേലിയ. രക്തം ചെയ്യ വൃദ്ധനുമാണല്ലോ. അല്ലേലിയ എന്ന് പറഞ്ഞു. സ്തോത്രം. അല്ലേലിയ. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുകയും കാണുന്നത്,
അവളെ വിളിക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ വരുന്ന അവൻ 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 എലിശ പറയാ, അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അതിന് അവൾ, അല്ല, ദൈവപുരുഷനായ എന്റെ യജമാനെ, അടിയനോട് ഭോഷ്ക് പറയരുത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേ ആണ്ടിൽ എലിശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. അപ്പൊ അവൾ ഇത്രമാത്രം ഉപകാരം ചെയ്തപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവളുടെ ജീവിത സാഹചര്യങ്ങൾ, ധനികയായ സ്ത്രീ ആണെങ്കിലും അവളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, വളരെ ഭയഭക്തി ജീവിക്കുന്ന കുടുംബമാണെങ്കിലും ഹൃദയത്തിന് അകത്തെ സങ്കടങ്ങൾ, ഭവനത്തിന്റെ ശൂന്യത എല്ലാം മനസ്സിലാക്കിയ ഏലിശ പറയുകയാണ്, അടുത്ത വർഷം ഹല്ലേലൂയ സ്തോത്രം, അടുത്ത വർഷം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അടുത്ത സ്തോത്രം, അടുത്ത ആണ്ടിൽ, ഞാൻ വരുന്ന ആണ്ടിൽ ഹല്ലേലൂയ സ്തോത്രം, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴത്തേക്കും നിനക്കൊരു മകനെ ലഭിക്കും. അവളുടെ ഭർത്താവ് വളരെ വൃദ്ധനാണ്. പക്ഷേ അവൾ ഉടനെ പറയാ, എന്റെ ദൈവപുരുഷനായ യജമാനെ അങ്ങ് ഭോഷ്ക് പറയരുതെന്ന്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ എലിശയുടെ വാക്കിന് ദൈവം പ്രവർത്തിച്ച് പിറ്റേയാണ്ടി ആ സമയമായപ്പോൾ തന്നെ ആ ശൂന്യകാരത്തിക്കൊരു മകനെ ദൈവം കൊടുത്തു. പ്രൈസ്. എന്ത് അത്ഭുതമല്ലേ! എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ഈ ശൂന്യക്കാരി ദൈവപുരുഷനായിരിക്കുന്ന ഏലിശയും ഗേഹസ്യ അവളുടെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് നല്ല ബഹുമാനം കൊടുത്ത് ആദരവ് കൊടുത്ത് ആ കുടുംബത്തിനകത്ത് അവരെ ചേർത്ത് പിടിച്ചതിന്റെ ഫലമായി ആ ശൂന്യക്കാരിയുടെ ഭവനത്തിനകത്തുണ്ടായിരുന്ന സങ്കടങ്ങൾ മാറി. ആമീൻ. പുറലോകത്തിന് മുമ്പിൽ ധനികയായ സ്ത്രീയാണെങ്കിലും അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നെങ്കിലും, നല്ല സന്തോഷവും സമാധാനവും ജീവിതത്തിലുണ്ടെങ്കിലും ഒരു മകനില്ല എന്നുള്ള വേദന അവളെ വളരെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ദൈവം അയച്ച ദൈവത്തിന്റെ ദാസന്മാരെ അവളുടെ വീട്ടിൽ അവൾ സ്വീകരിച്ചത് മുഖാന്തരം, അവരെ സൽക്കരിച്ചത് മുഖാന്തരം എന്ത് ചെയ്തു? അവൾക്കൊരു മകനെയും ദൈവം കൊടുക്കുകയാണ്. അതേ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇന്റെ പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്തിന്റെ സങ്കടങ്ങൾ മറ്റാരും അറിയുന്നില്ലായിരിക്കാം. നിന്റെ മാനസിക നൊമ്പരാരും കാണുന്നില്ലായിരിക്കാം. നീ ഭാരപ്പെടുന്ന ഏത് വിഷയമാണെന്ന് ആർക്കും അറിയില്ലായിരിക്കും. നീ നിന്റെ കുടുംബവും മാത്രം രഹസ്യമായി ദൈവത്തിന് വെച്ച് ചില പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടാകാം. രക്തജയം. ആ വിഷയത്തിന് ദൈവം ഒരു മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കരുതി ദൈവപുരുഷനായിരിക്കുന്ന ഏലിശയും തന്റെ ദാസനായ ഗേഹസ്യം വീട്ടിൽ ചേർത്തുകൊണ്ട് അവരെ സൽക്കരിച്ചതുപോലെ ദൈവദാസന്മാരെ കഴിഞ്ഞ നാളുകൾ നീ സൽക്കരിച്ചിട്ടുണ്ടോ? അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ? അവരെ ആദരിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി കിട്ടാതെ വരികയില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുക, സ്തോത്രം പറഞ്ഞാട്ട് അത് കഴിഞ്ഞ കാലങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അതിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ ദൈവം അബ്രഹാമിനോടും പറഞ്ഞിട്ടുണ്ട്. അടുത്തയാണ്ടിൽ തലമുറയെ തരുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം 18-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. അപ്പൊ സാറയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ 90 വയസ്സ്, അബ്രഹാമിന് 99 വയസ്സ്. അവർക്കും വാർദ്ധക്യത്തിൽ മക്കളില്ല. എന്നാൽ സാറയും അബ്രഹാമുമായുള്ള ജീവിതം നല്ല സന്തോഷത്തോടുകൂടി, നല്ല സമാധാനത്തോടുകൂടിയാണ്, വളരെ ഭയഭക്തിയോടുകൂടിയാണ് അവരും ജീവിക്കുന്നത്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവർ രണ്ടുപേരും അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്, ഒരു മകനില്ല എന്നുള്ളത്. ഹല്ലേലൂയ. അതിന്റെ നടുവിലും ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിനക്കൊരു മകനെ തരും. ഹല്ലേലൂയ. സാറ ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. അവൻ ഇസഹാക്ക് എന്ന പേരിടണം. ദൈവം എല്ലാ അടയാളങ്ങളോടുകൂടി പറഞ്ഞു കൊടുത്തു. രക്തജയം. അത് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശൂന്യക്കാരിക്ക് ലഭിച്ച പ്രതിഫലം അത്ഭുതമാണ്. അപ്പൊ ശമരിയിൽ നിന്ന് കർമ്മലിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പട്ടണമാണ് ഈ ശൂന്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള ധനികയായ ഒരു സ്ത്രീ
അല്ലേലൂയ, സ്വതം. അവൻ ആ വഴി കടന്നു പോകുന്ന ഏലിശയെ പലപ്പോഴും ഭക്ഷണത്തിന് ക്ഷണിച്ചു. തുടർന്ന് പ്രവാചകന് താമസിക്കാനായി ഒരു മാളിക മുറി പണിയിച്ചു. ഇത്ര താല്പര്യമായി ശൂനേക്കാരി ഏലിശയെ ശുശ്രൂഷിച്ചതിനാൽ അവൾക്കൊരു സഹായം ചെയ്യുവാൻ ഏലിശ ആഗ്രഹിച്ചു. മുമ്പ് ആവർത്തിച്ചതാണ്. അല്ലെ, അവൾക്ക് മകനില്ലെന്ന് മനസ്സിലാക്കിയ പ്രവാചകന് ഒരു വർഷത്തിനകം അവൾക്കൊരു മകൻ ഉണ്ടാകും എന്ന് അറിയുകയും അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ആ മകൻ മരിച്ചപ്പോൾ, മകനെ ദൈവം കൊടുത്തു, പക്ഷെ ആ മകൻ മരിച്ചുപോയി. സ്തോത്രം, മരിച്ചുപോയി അല്ലേ. എന്നാൽ ഏലിശ മരിച്ച മകനെ ഉയർപ്പിച്ചു. ഒരു മകനെ കൊടുക്കുമെന്ന് പറഞ്ഞ മകനെ അവൾക്ക് കൊടുത്തു. ശൂന്യകാര്യത്തേക്കും അവളുടെ വൃദ്ധനായ ആ ഹസ്ബൻഡിനും ഭർത്താവിനും ഒരു മകനെ കൊടുത്തു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ഒന്നുകൂടെ അവരുടെ വിശ്വാസം വർദ്ധിച്ചു. പെട്ടെന്നൊരു ദിവസം ആ മകൻ മരണപ്പെട്ടു. മരണപ്പെട്ട മകനെ വീണ്ടും ഏലിശ ഉയർപ്പിച്ചപ്പോൾ ആ കുടുംബത്തിനകത്തെ ആഘാതം എത്ര ഭയങ്കരമായിരിക്കും. അത് നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് പുതിയത് സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവി, തലമുറയില്ലാതെ നീ ഭാരപ്പെടുകയാണ് ഉത്തരത്തെ ആമി ശത്രു അടച്ചു വെച്ചിരിക്കുക. ഉത്തരത്തിനകത്ത് പുതിയ സൃഷ്ടിപ്പിനെ തരാൻ, നിന്റെ കുടുംബത്തിനകത്ത് തലമുറയെ തരുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് ഇഷ്ടംപോലെ മക്കളെ തരാൻ ആമീൻ ദൈവം വിശ്വസനാണ്. അവന് സൃഷ്ടിപ്പിന്റെ അധികാരമുള്ളവനാ. യേശു സൃഷ്ടിപ്പിന്റെ അധികാരമുള്ളവനാ. അത് ഒരു പുതിയ സൃഷ്ടി നിന്റെ ഉദരത്തിൽ നടക്കട്ടെ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടി നടക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ മകൻ വളർന്നു. ഹല്ലേലൂയ. പിന്നെ രാജകുമാര ദിവസം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അവൻ അപ്പനോട് എന്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബാലിക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോക എന്ന് പറഞ്ഞു. അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചു. അപ്പനോട് പറഞ്ഞു, എന്റെ തല. അപ്പൻ പറഞ്ഞു, ബാലിക്കാരൻ നീ എടുത്ത് അവന്റെ അമ്മയുടെ ഇരിക്കെ കൊണ്ട കൊടുക്കുക. അമ്മയുടെ മടിയിൽ അവൻ ഉച്ചവരെ ഇരുന്നു. പക്ഷെ അവൻ മരിച്ചുപോയി. അവൻ മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. അവൾ എന്താ ചെയ്തത്? ആ കുഞ്ഞിനെ എടുത്ത്, മരിച്ചുപോയ കുഞ്ഞിനെ എടുത്ത് അവൾ പണിയിപ്പിച്ചു കൊടുത്ത ദൈവപുരുഷന്റെ മുറിയിൽ ചെന്നിട്ട് ആ ദൈവപുരുഷൻ കിടക്കുന്ന കട്ടിലിൽ അവനെ കിടത്തിയിട്ട് അവൾ പുറത്തിറങ്ങി. പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാലിക്കാരനെ ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസ്യന്റെ ശബത്തും അല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാലിക്കാരനോട്, നല്ലവണ്ണം തെളിയിച്ചു വിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുതെന്ന് അവൾ പറഞ്ഞു. അവൾക്ക് ദൈവപുരുഷനെ കാണണം. അല്ലേ? അവൾക്കറിയാം, ഈ ദൈവപുരുഷൻ എന്റെ വീട്ടിൽ വന്നാൽ എന്റെ മരിച്ചുപോയ മകനെ ഉയർപ്പിക്കാൻ അവന്റെ മേൽ ദൈവ സാന്നിധ്യമുണ്ട്. കാരണം ഞാൻ ധനികയായ സ്ത്രീയാണ്, എന്റെ ഭർത്താവ് വൃദ്ധനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സങ്കടങ്ങളെ മാറ്റി ഞങ്ങൾക്കൊരു തലമുറയെ തന്നത് ഈ ദൈവപുരുഷൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ്. ആ ദൈവപുരുഷന്റെ പ്രാർത്ഥനയാണ്. അവനോട് ദൈവം ഇടപെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് വാർദ്ധക്യത്തിലൊരു മകനെ ലഭിച്ചത്. അതുകൊണ്ട് ആ മകൻ മരിച്ചെങ്കിലും അവനെ ഉയർപ്പിക്കുവാനുള്ള സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഈ ദൈവപുരുഷന്മേൽ ഉണ്ട് എന്ന് അവൾക്ക് ബോധ്യമായതുകൊണ്ടാണ് അവൾ ദൈവപുരുഷനെ കാണാൻ പോകുന്നത്. രക്തചയം. അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ തകർന്നിരിക്കാൻ പാടില്ല. എന്നെ കേൾക്കുന്ന നീ തകരാൻ പാടില്ല. നിന്റെ ഹൃദയം തകരാൻ പാടില്ല. നീ ജയിക്കണം. നീ എവിടെയും ജയിക്കണം. നീ ജയാളിയായി മാറണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് നമ്മൾ 34 സംഗീതം 18 വായിക്കുമ്പോൾ. അതേ, ഹൃദയം നുറുങ്ങിയ നിനക്ക് ദൈവം സമീപസ്ഥനാ. ശൂന്യക്കാരി, നിന്റെ ഹൃദയം നുറുക്കത്തെ, നിന്റെ ഹൃദയത്തിന്റെ വേദനയെ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരത്തെ, നിനക്ക് തന്ന മകൻ മരിച്ചുപോയി നിന്റെ ഹൃദയത്തിനകത്ത് വേദന അറിയുന്ന ദൈവം ആമേൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്.
എന്റെ സങ്കടം പറയുന്ന ദൈവമുണ്ട്. ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതം സംഭവിക്കും. മരവിച്ച് കിടക്കുന്ന നിന്റെ മനസ്സിനെ തട്ടി ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. മരിച്ചുപോയ നിന്റെ ചിന്തകളെ ദൈവം ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നടക്കുവരെന്ന് പലരും പറഞ്ഞത് സംഭവിക്കത്തില്ലെന്ന് പലരും പറഞ്ഞ ചില കാര്യങ്ങൾക്കകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നിനക്കൊരു ഭാവിയില്ല, നിന്റെ മക്കൾക്കൊരു ഭാവിയില്ല, നിനക്ക് ഉയർച്ചയില്ല, നിനക്കൊരു നന്മ കിട്ടത്തില്ല, നീ നന്നാകത്തില്ല, നീ നശിച്ചു പോകുകയുള്ളൂ. നിന്നെ നോക്കി പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. അവൻ സൃഷ്ടിപ്പിന്റെ ദൈവമാണ്. അവൻ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അത് ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന അവൻ എല്ലാത്തിനും യഹോവനെ വിടിവിക്കുന്നുവെന്ന് സംഗീതം 34:19 ചേർത്ത് വായിച്ചാൽ കഴിയും. യേശുവിനെക്കാരി നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തി നീ കാണും. എന്നെ കേൾക്കുന്ന ഭർത്താവ്, പിതാവ്, ശ്രോതാവായി നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. നാളുകൾ എത്രയായി നീ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്, നാളുകൾ എത്രയായി നീ കണ്ണുനീരൊഴുക്കി തുടങ്ങിയിട്ട്, നാളുകൾ എത്രയായി നീ സങ്കടപ്പെട്ട്, എവിടെല്ലാം നീ കടന്നുപോയി, ഏതെല്ലാം വാതിലുകളിൽ മുട്ടി, ആരോടെല്ലാം നിന്റെ സങ്കടങ്ങൾ പറഞ്ഞു, ഒന്നിനൊരു മറുപടി ഇല്ലാത്ത നിരാശയായി നീ ഭവനത്തിനകത്ത് ഇന്നും വേദനിക്കപ്പെടുന്നുണ്ടോ? അതിന്റെ നടുവിലേക്ക് എന്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. അത് ദൈവം ചില ദാസന്മാരെ, ദൈവം തന്റെ ദാസന്മാരെ നിന്റെ ഭവനത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. അല്ലേലൂയ. ആമേശുവിനെ കാര്യത്തിയോടൊപ്പം വീടിന്റെ പടിപടിയായി കടന്നുപോയ ദൈവപുരുഷനായിരിക്കുന്ന എലിശയെ പോലെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവമായിട്ട് അഭേദ്യമായ ദൈവമായി ബന്ധം പുലർത്തുന്ന, ദൈവ സാന്നിധ്യമുള്ള ചില അഭിഷക്തന്മാരെ അതെ നിന്റെ ഭവനത്തിലേക്ക് ഇത് വഹിക്കാൻ പോവുക. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അതെ നിന്റെ വിഷയത്തിന് മറുപടി ദൈവം തരാൻ പോവുകയാണ്. അപ്പൊ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കേട്ടോ. ഇവിടെ ദൈവത്തിനെ വായിക്കുമ്പോൾ ശൂന്യനാട്ടിലുള്ള അറിയപ്പെടാത്ത ആ സ്ത്രീ ദൈവ ശുശ്രൂഷകനായിരിക്കുന്ന എലീശയെ തന്റെ വീട്ടിൽ ക്ഷണിച്ച് ഭക്ഷണം കൊടുത്തു, അവനെ ബഹുമാനിച്ചു, വസിക്കുന്ന വേണ്ടി മുകളിലുള്ള മുറിയും കൊടുത്തു. അവളുടെ മുകളിലത്തെ മുറിയിൽ പ്രവാചകൻ ഒരു മെത്ത, കട്ടിൽ, മേശ, കസേര, കുത്തുവിളക്ക് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു. ശിഷ്യൻ എന്ന് വെച്ച് ചെറിയവരിൽ ഹല്ലേലൂയ. അതാ യേശു പറഞ്ഞു, ഇവളെല്ലാം ചെയ്തു കേട്ടോ, ഇവളെല്ലാം ദൈവപുരുഷൻ ചെയ്തു കൊടുത്തു. പക്ഷെ നമ്മുടെ കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു തന്റെ ഭൂമിയിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ തനിക്ക് തന്നോട് കൂടെ നടന്ന പലരുടെയും സാഹചര്യങ്ങൾ, സന്ദർഭം മാറ്റി നോക്കിയിട്ട് യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 10:42 വാക്യം, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീരെങ്കിലും കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എത്ര ആശ്ചര്യം അല്ലേ? സ്തോത്രം. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവന് എലീശയ്ക്ക് ഒരു പാത്രം തണ്ണീരെങ്കിലും അവൾ കുടിക്കാൻ കൊടുത്തത് കൊണ്ട് അവളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നാണ് മത്തായി സുവിശേഷം 10:40 വായിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. കണ്ടോ? പ്രവാചകനെ വീട്ടിൽ കൈക്കൊണ്ടാലും നീതിമാനെ കൈക്കൊണ്ടാലും നിനക്ക് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ശിഷ്യൻ എന്ന് വെച്ച് ഈ ഒരുവന് ഹല്ലേലൂയ ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താലും നിന്നെ മറന്നു പോകുന്ന ദൈവമല്ല. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം അത് മറന്നു കളയുന്നില്ല. നീ ദൈവദാസന്മാരെ സൽക്കരിച്ചിട്ടുണ്ടോ? ദൈവദാസന്മാർക്ക് വേണ്ടി നന്മ ചെയ്തിട്ടുണ്ടോ? അവർക്ക് വേണ്ടി നീ വീട്ടിൽ ഇരിപ്പിട കൊടുത്തിട്ടുണ്ടോ? അവർക്ക് പാർക്കുവാൻ നീ അവസരം കൊടുത്തിട്ടുണ്ടോ? അവരുടെ കഷ്ടതയിൽ പങ്കാളിച്ചിട്ടുണ്ടോ? അവർ നൊമ്പരപ്പെടുന്നത് കണ്ട് നീ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് ദൈവം നിന്നെ ഒരിക്കലും കൈവിട്ട് കളയാതെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. നീ വിശ്വസിക്കുക. അത് നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥകൾക്കെല്ലാം ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ്. യേശു ഒരു മാറ്റം തരാൻ പോവുക. അപ്പൊ ഇവിടെ എന്താണ്? ഹല്ലേലൂയ. അവളുടെ സ്വതം ആ തേര് തെളിച്ച് ഈ ദൈവപുരുഷന്റെ അരികിലേക്ക് പോകുകയാണ്. അല്ലെങ്കിൽ അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കിലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്റെ ബാലിക്കാരനായ ഗേഹസിയോട്, അതാ ശൂനേക്കാരി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരിട്ട് സുഖം തന്നെയോ? ഭർത്താവ് സുഖമായി ഇരിക്കുന്നുവോ? ബാലിക്കാരൻ ബാലിന് സൗഖ്യമുണ്ടോ എന്ന് അവളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. സുഖം തന്നെ എന്നവൾ പറഞ്ഞു. യേശു അവളെ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ ഗേഹസിയോട് നീ ചെന്ന്, നിനക്ക് സുഖമായിട്ടിരിക്കുന്നു, നിന്റെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നു, നിന്റെ ബാല്യ സുഖമായിട്ടിരിക്കുന്നു,
ക്ഷേമം അന്വേഷിക്കുക. അവൾ പറഞ്ഞു, സുഖം തന്നെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ എത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നപ്പോൾ ദൈവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഗേഹസി അവളെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ എലിശ അവളെ മാറ്റരുത്, അവൾക്കും മനോവിഷമമുണ്ട്, അവൻ ഞാൻ അറിയാത്ത എന്തോ എന്നെ ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. അല്ലരിയ അവൻ പറയുകയാണ്. അല്ലരിയ ഉടനെ അവൻ ഗേഹസിയോട് നീ അല്ലൊരു സ്വതം ഉണ്ട് യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനോട് ഒരു മകനെ ചോദിച്ചത്, ഇവിടെ പറയാണ്, ഞാൻ യജമാനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവല്ലോ, എന്നെ ചതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഞാനൊരു മകനെ ചോദിക്കാൻ എന്നെ ചതിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അല്ലെ ഉടനെ അവൻ ഗേഹസിയോട് നീ ആറ്റ കെട്ടി എന്റെ വടിയും കയ്യിൽ എടുത്തു പോകാം, നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്, നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്, എന്റെ വടി ബാലന്റെ മുഖത്ത് വെക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. കണ്ടോ, ഗേഹസിയോട് പറഞ്ഞു, നീ എന്റെ വടി എടുത്ത് അവിടെ ചെന്നിട്ട് അവന്റെ മുഖത്ത് വെക്കണം, നിന്നെ ആ വഴി വെച്ച് ആരെയും വന്ദനം ചെയ്താൽ നീ അവന് വന്ദനം പറയൂ, തിരിച്ച് വന്ദനം സ്വീകരിക്കുക, ഒന്നും ചെയ്യരുത്. എലിശ പറഞ്ഞ പോലെ ഗേഹസി ചെയ്തു. പക്ഷേ അവൾ പറയുക, യജമാനനെ നീ എന്റെ കൂടെ വന്നല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അല്ലേ, അവൾക്ക് ഈ ദൈവപുരുഷനായിരിക്കുന്ന യജമാനൻ തന്നോട് കൂടെ വരണം. അവളുടെ ആഗ്രഹത്തിന് അനുസരിച്ച് എലീശാവിനോട് കൂടെ പോരാൻ തയ്യാറായി. ഹല്ലേലൂയ. അങ്ങനെ ഗേഹസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു, എങ്കിലും ഒരു അനക്കോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ എലീശയെ എതിരേൽപ്പാൻ മടങ്ങി വന്നു, ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. ഗേഹസി ഓടിച്ചെന്ന് എലീശ പറഞ്ഞൊരു വടിയൊക്കെ വെച്ചെങ്കിലും ഈ കുഞ്ഞിനൊരു അനക്കവും വന്നില്ല, അവൻ ഉണർന്നുമില്ല. അവൻ തിരിച്ചു വരിക, എലീശ പറയാ, ഞാൻ യജമാനൻ പറഞ്ഞ പോലെ ചെയ്തു, പക്ഷേ ബാലന് ഒരു അനക്കവുമില്ല. ഹല്ലേലൂയ. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിൽമേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്ത് ഉണ്ടായിരിക്കെ അവൻ വാതിൽ അടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്മേൽ കിടന്നു. തന്റെ ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളക്കൈമേലും വെച്ച് അവന്റെ മേൽ കമിഴ്ന്ന് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കമിഴ്ന്ന് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ചു, ശൂനേംകാര്യത്തെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കണ്ടോ, എത്ര വലിയ അത്ഭുതമല്ലേ, ഭയങ്കര അത്ഭുതം. അപ്പൊ എലീശ എന്ത് ചെയ്തു? ആ വീട്ടിൽ വന്ന മകനെ മേൽ കയറി കിടന്നു. വായു കണ്ണോട് ചേർന്ന് ഉള്ളം കൈ ചേർത്ത് വെച്ച് കിടന്നപ്പോൾ എലീശയുടെ മേൽ ചൂട കുഞ്ഞിന്റെ മേൽ ഇറങ്ങി. അവൻ വീണ്ടും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീണ്ടും അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ മേൽ ജീവൻ മടങ്ങി വന്നു. അവൻ ഗേഹസിയെ വിളിച്ചിട്ട് പറഞ്ഞു, ശൂനേംകാരിയെ വിളിച്ചുകൊണ്ടുവാ. ശൂനേംകാരി വന്നുകൊണ്ട് പറയാൻ, നിന്റെ മകനെ എടുത്തുകൊണ്ടു. അതെ, ദൈവപുരുഷൻ ആ വഴി പോയപ്പോൾ, എലീശ വഴി പോയപ്പോൾ അവൾ ആ വീട്ടിലൊരു മുറിയുണ്ടാക്കി, കട്ടിലുണ്ടാക്കി, മെത്തയുണ്ടാക്കി, കസേരയുണ്ടാക്കി, കുത്തുവിളക്കുണ്ടാക്കി. അവൻ ആഹാരം കൊടുത്ത്, ഗേഹസിക്ക് ആഹാരം കൊടുത്ത്, ദൈവപുരുഷൻ മാനിച്ച, ദൈവപുരുഷനെ സഹായിച്ച അവളുടെ ജീവിതത്തിനകത്ത് അവൾക്കൊരു മകനെ കൊടുത്തു. പക്ഷെ ആ മകൻ മരിച്ചുപോയെങ്കിലും അവൾ വീണ്ടും ദൈവപുരുഷനായിരിക്കുന്ന യജമാനൻ എലീശയെ തന്നെ അനുഗമിച്ച് അവനോട് പറഞ്ഞു, എന്റെ മകൻ മരിച്ചുപോയി, അവനെ ജീവിപ്പിക്കാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. അവൻ ആ വാക്ക് കേട്ട് അവളുടെ സങ്കടത്തിന് മറുപടി കൊടുത്തു. കണ്ടോ, അവൾ ചെയ്തതിന് പ്രതിഫലം ദൈവം കൊടുത്തു. കണ്ടോ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവനാമത്തിനോട് ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടാതിരിക്കൽ നീ എന്ത് ദൈവനാമത്തിനോട് ചെയ്തോ അതിനുള്ള പ്രതിഫലം ദൈവം നിനക്ക് തരും. അതെ, അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്, അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിലെ സൃഷ്ടിപ്പിനെ തരാൻ, നിന്റെ ജീവിതത്തിലെ ജീവിപ്പിക്കുന്ന അനുഭവത്തെ തരാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തിൽ മരിച്ചുപോയ ആശകൾ, മരിച്ചുപോയ പ്രത്യാശകൾ, നിന്റെ മരിച്ചുപോയ ആഗ്രഹം
അനുഗ്രഹങ്ങളെ ദൈവം തരാൻ പോവുക. നാളുകളായി നീ വാഗ്ദത്തം കേട്ടിട്ടുണ്ട്, ദൂതുകൾ കേട്ടിട്ടുണ്ട്, അതിന് മറുപടിയില്ലാതെ നിരാശപ്പെട്ട അനുഭവത്തിലാണോ? ദൂത് നിവർത്തിക്കത്തില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന വെറുതെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല സഹോദര സൗരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയക്കാൻ പോവുക. നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ സങ്കടം കാണുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. ശൂന്യക്കാര്യത്തിന്റെ ജീവിതത്തിൽ എത്ര സന്തോഷം! വലിയ ധനികയാണെങ്കിലും, വളരെ ധനികയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ കുഞ്ഞില്ല എന്നുള്ള വേദന. ദൈവം കുഞ്ഞിനെ കൊടുത്തു, അത് മരിച്ചുപോയ വേദന. ആ വേദന കൊണ്ട് ദൈവപുരുഷന്റെ അരികിൽ ചെന്ന് ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടിക്കഴിഞ്ഞ വീണ്ടും കുടുംബത്തിനകത്ത് സന്തോഷം. അല്ലേലൂയ. അതെ, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത രട്ടഴിച്ചെന്നെ സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നെന്ന് 30-ാം സംഗീതം 11-ാം വാക്യം വായിക്കുന്ന പോലെ അവളുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത ദൈവം. അതെ, ശൂന്യക്കാരിത്തിയുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത ദൈവം, അവളെ രട്ടഴിച്ച് സന്തോഷം ഒളിപ്പിച്ച ദൈവം. അല്ലേലൂയ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന്റെ വേദനകൾ, നിന്റെ സങ്കടങ്ങൾ, കണ്ണുനീര്, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും, അത് മുഖാന്തരം നീ അനുഭവിക്കുന്ന വിലാപത്തെ നൃത്തമാക്കി തീർക്കാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ രട്ടഴിക്കുവാൻ, നിന്നെ സന്തോഷം ഒളിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ചാട്ട്, കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. അത് നിന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നിന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല. അവൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? അത് നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം. അത് ചില അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ പോയി. അപ്പൊ ഇവളുടെ ജീവിതത്തിൽ ഒരു നല്ല സൃഷ്ടിപ്പ് കൊടുത്തു. ആ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ തന്റെ മകനാ. അവൻ മരിച്ചെങ്കിൽ ഒരു നല്ല ഉയർപ്പിത വീണ്ടും കൊടുക്കുക. അതെ, ചിലപ്പോൾ ചില ശോധനയുടെ കടന്നു പോകാം, ചില പരീക്ഷയുടെ കടന്നു പോകാം. ആ പരീക്ഷകളും ശോധനകളും നിനക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതിനകത്തൊരു പുതിയ ദൈവപ്രവൃത്തി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. മരവിച്ച മനസ്സിനെ ഉണർത്തുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തിൽ തകർന്നുപോയ സാഹചര്യത്തെ മാറ്റിയെഴുതാൻ ദൈവത്തിന് കഴിയും. ഉയരില്ല എന്ന് പലരും പറഞ്ഞ സാഹചര്യമില്ലേ? ഉയർത്തത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യമില്ലേ? നിന്നെ അടിച്ചൊതുക്കാൻ ശ്രമിച്ച സാഹചര്യമില്ലേ? നിന്റെ വീഴ്ച കാണാൻ ആഗ്രഹിച്ചവരുണ്ട്. അതിന്റെ നടുവിലാണ് ദൈവം പുതിയ സൃഷ്ടിപ്പും പുതിയ ഉയർപ്പും നിനക്ക് തന്ന് നിന്ദിച്ചവരുടെ മധ്യേ തല ഉയർത്തുവാൻ ദൈവം തന്നെ അനുഗ്രഹിപ്പാൻ പോകുക. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ച് സ്തോത്രം പറഞ്ഞാട്ട് രക്തം ചെയ്യും. അത് നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്നതിനാ. എന്നെ കേൾക്കുന്ന സ്വാഭാവിക ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട്, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് മാത്രമേ അത്ഭുതം ചെയ്യാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഇവിടുത്തെ മത നേതാക്കന്മാർക്കോ, മത പ്രമാണിമാർക്കോ, ഇവിടുത്തെ രാഷ്ട്രീയ മേലാന്മാർക്കോ, ഇവിടുത്തെ സംഘടനയുടെ വ്യക്തികൾക്കോ, ഇവിടുത്തെ നാട്ടുപ്രമാണിമാർക്കോ, അധികാരികൾക്കോ, ഭരണ സംവിധാനങ്ങൾക്കോ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ വിലാപത്തെ മാറ്റാൻ കഴിയത്തില്ല. നിന്റെ രക്തഴിക്കാൻ കഴിയത്തില്ല. എന്റെ യേശുവിന് മാത്രമേ അത് കഴിയുള്ളൂ. അവനെല്ലാം നീക്കിയിട്ട് നിന്നെ സന്തോഷത്തെ നിറയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വചനമുണ്ട്. 118 സംഗീതം 15-ാം വാക്യം, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് പറഞ്ഞതുപോലെ അത് സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളായി ദൈവം അനവധി വാഗ്ദത്തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനവധി വാഗ്ദത്തങ്ങൾ, അനവധി ദൂതുകൾ ദാസന്മാരുടെ നിനക്ക് കൈമാറിയിട്ടുണ്ട്. അത് ദൂതുകളൊന്നും വാഗ്ദത്തങ്ങളൊന്നും മരിച്ചു പോകുന്നതല്ല. ആ ദൂതുകളും വാഗ്ദത്തങ്ങൾക്കകത്തെല്ലാം വലിയ സൃഷ്ടിപ്പ് കിടപ്പുണ്ട്. അത് നിന്റെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വാണ്ടിൽ ശൂന്യമായി കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ദൈവം ഉയർത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. അല്ലേ? ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ശൂന്യക്കാരിത്തിയുടെ സ്നേഹമായ ആ സഹകരണം, അവളെ ദൈവദാസന്മാരെ ബഹുമാനിച്ചത്. ശൂന്യക്കാരി ധനികയായ സ്ത്രീ, അവളുടെ സ്തോത്രം, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും അനുയോജ്യമായ ദൈവപുരുഷ ഏലിശയോടുള്ള ആ സമീപനം ഏലിശയുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഏലിശ രഹസ്യയോട് അവൾ ഇത്ര താല്പര്യത്തോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, രാജാവിനോട്, സേനാധിപതിയോട് നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം എന്നൊക്കെ 4:13 കാണുന്നുണ്ട്. കാരണം അവളുടെ ജീവിതം അത്ര ശ്രേഷ്ഠമായി വിശുദ്ധിയുള്ളതാണ്.
ദൈവത്തോട് ചേർന്നുള്ളതായിരുന്നു. രക്തം ചെയ്യും. അവൾക്കൊരു കുഞ്ഞിലായിരുന്നു. എലിശ അറിഞ്ഞപ്പോൾ വരുന്ന ആണ്ടിൽ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞ അപ്രകാരം ആ സ്ത്രീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ദൈവമക്കളെ, കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ആരെങ്കിലും കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ആരെങ്കിലും സമീപിച്ചാൽ അവരെ നിങ്ങൾ ആട്ടി ഓടിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ചില വീട്ടിലേക്കൊക്കെ ദൈവദാസന്മാർ കടന്നു വരുമ്പോൾ, ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മക്കൾ ഓടി വന്നിട്ട് അമ്മച്ചി ഇവിടെ ഇല്ല, പപ്പ ഇവിടെ ഇല്ല, ഡാഡി ഇല്ല, പക്ഷേ അവരൊക്കെ ഭവനത്തിനകത്തുണ്ട്. അപ്പം ദൈവദാസന്മാർ ദൂരെ നിന്ന് കടന്നു വരുന്നത് കാണുമ്പോൾ അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവരെ പറഞ്ഞയക്കുന്ന കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവദാസന്മാര് ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെ കതക് തുറന്ന് അവരെ സ്വീകരിക്കുന്ന അനവധി ദൈവഭക്തന്മാരുടെ ഭവനമുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവര് ദേശത്തു നിന്ന് ദൈവം ലോക രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ എല്ലാം വിശാലതയിലേക്ക് വന്നിട്ടുണ്ട്. അതെ, ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്നതിനാ. അതെ, നിന്റെ ഭവനത്തിൽ വരുന്ന ഒരു ദൈവദാസനെ നീ സാമ്യം ബഹുമാനിച്ചാൽ അതിന് പകരം ദൈവം തരുമെന്ന്, അതിന് പ്രതിഫലം ദൈവം തരുമെന്ന്. അതൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത്. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്തിന്റെ തുടക്കകാലങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിൽ കഷ്ടതയുടെ നടുവിലൂടെ സങ്കടത്തിലൂടെ ഉണ്ണാനില്ല, ഒടുക്കാനില്ല, ചെരുപ്പില്ല, പൈസയില്ല, കിലോമീറ്ററോളം താണ്ടി കർത്താവിന്റെ നാമത്തിന് വേണ്ടി കടന്നുപോയി ശുശ്രൂഷിച്ച അനവധി ദൈവദാസന്മാരുണ്ട്. അവർ കടന്നിരുന്ന് കാണുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച കുടുംബമുണ്ട്. ഇന്നത്തെ പോലെ ചിക്കൻ ഫ്രൈയും അല്ലെങ്കിൽ മട്ടൺ ഫ്രൈയും ഇന്നത്തെ പോലെ ബീഫ് ഫ്രൈയും ഒന്നും കൊടുക്കാനില്ലായിരുന്നു. അന്ന് കൊടുക്കാൻ പച്ചക്കപ്പിയും ഉണക്കമീൻ ചുട്ടതും പച്ചമുളകും ഉടച്ചതും കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയതും. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് തൊണ്ട് കാപ്പി, നുറുക്ക് കാപ്പിയൊക്കെ കൊടുത്ത ദൈവദാസന്മാരെ സ്വീകരിച്ച അനവധി ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. നല്ലേര് ദൈവദാസന്മാരെ സ്വീകരിച്ചതാ, ദൈവമക്കളെ സ്വീകരിച്ചതാ. അതിനൊക്കെ നിങ്ങൾ ഉദാഹരണമായിട്ട് തെക്കൻ പ്രദേശത്തേക്ക് പോകണം. തെക്കൻ നാടുകളിലേക്ക് ചെന്നാൽ, ഹല്ലേലൂയ, അവിടെ ദൈവത്തെ മാനിച്ച ദൈവദാസന്മാരെ മാനിച്ച കുടുംബത്തെ ദൈവം ഉയർത്തിയത് കാണാൻ കഴിയും. അല്ലേ? അതൊക്കെ കണ്ടിട്ട് നമ്മൾ കുരുവെടുത്തിട്ട് കാര്യമില്ല. അവനുണ്ട്, അവൾക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇതിൻ്റെ ഒരു സംസാരം, അവൻ ഇഷ്ടം പോലെ കൊടുത്തു, അവൾക്ക് ഇഷ്ടം പോലെ കൊടുത്തു, ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടാണ് നിനക്കില്ലാതെ പോയത്? നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നിന്റെ പ്രവർത്തന ദോഷം കൊണ്ടാണ്, നിന്റെ മനസ്സിന്റെ ചിന്താതി കൊണ്ടാണ്, നിന്റെ ഹൃദയം കഠിനമായത് കൊണ്ടാണ്. ശൂന്യകാര്യത്തിക്ക് ഒരുപാട് പണമുണ്ട്, ധനികയാണ് അവൾ. പക്ഷെ അവളുടെ വഴിയായി കടന്നു പോകുന്ന എലീശ എന്ന് പറഞ്ഞ ദൈവപുരുഷ യജമാനെ അവൾ സ്വീകരിച്ചത് അവരുടെ കുടുംബത്തിനകത്ത് ഐശ്വര്യമായി മാറി. അതെ, ദൈവദാസന്മാരെ സ്വീകരിച്ചിട്ടുള്ള അവർക്കൊരു തുക, ഒരു പാത്രം തണ്ണീരെങ്കിലും കുടിപ്പാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. രക്തം ചെയ്യും. ഉള്ളത് കൊടുക്കണമെന്നേ, ഉള്ളത് അവരധികം ഒന്നും ചോദിക്കത്തില്ല, ഉള്ളത് കൊടുത്താൽ മതി. അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് സ്തോത്രം. വചനം കാണുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ജീവിത പ്രശ്നം എന്താണ്? പരിശുദ്ധന്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ചോദിക്കുക, ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവാത്മാവിനോട് ചോദ്യം, നിന്റെ പ്രശ്നം എന്താണ്? നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? നിനക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, സംസ്കാരമുണ്ട്, പക്ഷേ നിന്റെ ഹൃദയത്തിനകത്തെ വേദന എന്താണ്? ഹല്ലേലൂയ. ഒരുപക്ഷെ നിനക്ക് ഒന്നുമില്ലെങ്കിൽ നീ അനുഭവിക്കുന്ന സങ്കടം എന്താണ്? ദൈവാത്മാവ് നിന്റെ വിഷയം എന്താണ്? ആ വിഷയത്തെ ദൈവം മറുപടി തരാൻ ആഗ്രഹിക്കുക. കടക്കണിയിലാണോ? സാമ്പത്തിക ഞെരുക്കമാണോ? വലിയ ദുരിതങ്ങളാണോ? രോഗങ്ങളാണോ? മാനസികമായി തകർന്ന അനുഭവമാണോ? കുടുംബ പ്രശ്നമാണോ? തലമുറയെ കൊണ്ടാണോ? ഭർത്താവിനെ കൊണ്ടാണോ? മരുമകളെ കൊണ്ടാണോ? അമ്മായിയമ്മയെ കൊണ്ടാണോ? ഏതാണ് നീ അനുഭവിക്കുന്ന പ്രശ്നം? ഹല്ലേലൂയ. ഒരു മകനില്ലാത്തതിനെയാണോ? ഒരു മകളില്ലാത്തതിന്റെ സങ്കടമാണോ? അല്ലെങ്കിൽ നീ അനുഭവിക്കുക, ഏതാണ് നിന്റെ പ്രശ്നം? ആ പ്രശ്നത്തിന് വേണ്ടി ദൈവം ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ഈ വചനം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില അടഞ്ഞ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുക, ചില കുടുംബത്തിന്റെ കഷ്ടം മാറാൻ പോകുക, ചില സങ്കടങ്ങൾ മാറാൻ പോകുക, നിരാശയോടുകൂടി വേദനയ്ക്കപ്പെട്ടിരിക്കുന്ന ചില കുടുംബത്തിനകത്ത് ദൈവം ചില പുതിയ സൃഷ്ടിപ്പ് തരാൻ പോകുക, തലമുറയിലാത്ത ജീവിക്കുന്ന ചില കുടുംബങ്ങൾ തലമുറയിൽ തരാൻ പോകുക, നിന്റെ ഞെരുക്കങ്ങളെ എല്ലാം ദൈവം മാറ്റാൻ പോകുന്നു.
ലേരിയ ഞെരുക്കത്തിരുന്നപ്പോൾ വിശാലത വരുത്തി എന്നൊക്കെ നമ്മൾ 4-ാം സംഖ്യത്തിൽ വായിക്കുന്ന നിന്റെ ഞെരുക്കത്തിനകത്തൊരു വിശാലത ദൈവം തരാൻ പോവുക. വിശ്വസിക്കുന്ന എന്നോടൊപ്പം ചേർന്ന് പറയാമോ, യേശുവേ ഞാൻ അനുഭവിക്കുന്ന വേദന നൊമ്പരങ്ങൾ ഈ ധനികയായ ഈ സ്ത്രീയെ ശൂന്യകാരി ലേരിയ, അവളുടെ കുറിച്ച് അവളുടെ പേരോ അവളുടെ ഭർത്താവിന്റെ പേരോ അവൾക്ക് ലഭിച്ച മകന്റെ പേരോ അവളുടെ നാടോ കുടുംബം ഒന്നും പറയുന്നില്ലെങ്കിലും അവൾ ദൈവപുരുഷനായിരിക്കുന്നത് ഏലിശയെ മാനിച്ചതും മാത്രമേ അവൾക്ക് അത്ഭുതം ചെയ്ത ദൈവമേ. ഇന്ന് പകൽ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ. എന്റെ കണ്ണുനീര് തുടയ്ക്കണം, എന്റെ സങ്കടം മാറ്റണം, എന്റെ കുടുംബത്തിന്റെ തകർച്ചയൊന്ന് മാറ്റി ഒരു ഉയർച്ച തരണമെന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിപ്പ്, ഒരു പുതിയ ഉയർപ്പ് നിന്റെ കുടുംബത്തിനകത്ത് ജീവിതത്തിൽ ദൈവം അയക്കാൻ പോകുന്നു. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രൈസോ, നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. ലോകം നിന്റെ കണ്ണുനീര് തുടയ്ക്കത്തില്ല, യേശു നിന്റെ കണ്ണുനീര് തുടയ്ക്കും. മാർത്തയുടെ മറിയുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ തന്നോട് കൂടിയിരുന്ന യഹൂദന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ യഹൂദന്മാരും അവരോട് കൂടിയിരുന്നില്ല. വിളിക്കുക, അവനും കരയുക, മാർത്തയും മറിയും കരയുന്നു, കൂടെ കരയുന്നത് യഹൂദന്മാരാ. പക്ഷെ മാർത്തയുടെ മറിയുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ അല്ലെങ്കിൽ യഹൂദന്മാർക്കും ആ നാട്ടിലെ പ്രമാണിമാർക്കും കഴിഞ്ഞില്ല. പക്ഷെ യേശുവിന് കഴിഞ്ഞു അവളുടെ കണ്ണുനീര് തുടയ്ക്കാൻ. മരിച്ചുപോയ ലാസറിനെ ജീവനോടെ കൊടുത്ത ഒരു ദൈവമുണ്ട്. അത് നിന്റെ ജീവിതത്തിനകത്ത് പുതിയതിനെ ദൈവം തരാൻ ആഗ്രഹിക്കുക. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ ശൂന്യകരിയായ ധനികയായ ധനികയായ സ്ത്രീക്ക് ഒരു മകനില്ല എന്നുള്ള ഭാരം അവരുടെ ഹൃദയത്തിനകത്തുണ്ട്. എങ്കിലും കുടുംബമായി സന്തോഷം, സമാധാനം, വിശുദ്ധിയിലും ദൈവസനം ജീവിച്ച് ആ വഴിയായി കടന്നു പോകുന്ന ദൈവപുരുഷനായിരിക്കുന്ന ഏലിശ എന്ന ജവാനെ അവൾ വീട്ടിൽ കൈക്കൊണ്ടു. അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരെ സൽക്കരിച്ചു, അവർക്ക് മുറി തിരിച്ച് കട്ടില് കൊടുത്ത്, മെത്ത കൊടുത്ത്, കസേര കൊടുത്തു, കുത്തുവിളക്ക് കൊടുത്ത മാനിച്ചതിന്റെ പരമായി അവളുടെ ജീവിതത്തിൽ നിരാശ നൽകി കടന്നു പോകുന്ന സാഹചര്യത്തില് അവൾക്കൊരു മകനെ ലഭിച്ചു. മകൻ ലഭിച്ചപ്പോൾ മകൻ മരിച്ചുവെങ്കിലും ആ മകനെ ജീവനോടെ വീണ്ടും ഉയർപ്പിച്ച് എലിശയുടെ കുടുംബത്തെ മാനിച്ച ദൈവമേ, ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങളുടെ ശൂന്യത മാറട്ടെ, കർത്തൃകൾ മാറട്ടെ. തലമുറയില്ലാത്തവർക്ക് ദൈവം തലമുറയെ കൊടുക്കണമേ. മരവിച്ച ചിന്തകളുമായി, മരിച്ചുപോയ ചിന്തകളുമായി ആയിരിക്കുന്ന അനേക ജീവിതം കൊണ്ട് ഇതുപോലെ അവരുടെ ജീവിതത്തിൽ പുതിയ സൃഷ്ടിപ്പിന്റെ ഉയർപ്പിന്റെ അനുഭവം കൊടുത്ത് എല്ലാ തടസ്സങ്ങളും മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, എല്ലാ ബന്ധനങ്ങൾ വഴിയിട്ട് ദേശത്തിന് പൂരികൾ, ദേശത്തെ ആഭിചാര, മന്ത്രവാദ, കൂടോത്ര, ശൂദ്ര ശക്തികൾ, കുടുംബത്തെ തകർക്കുന്ന ശാപങ്ങൾ ഇതുപോലെ യേശുവിന്റെ നാമത്തിൽ മാറി ഞങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ലേലിയ കർത്താവെ, ഞങ്ങൾ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ചുറ്റുമുള്ള കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരസേന, വ്യോമ, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSC സൈന്യത്തിനായി ക്രമസമാധാന പാലകരെ, നിയമ രംഗത്ത് നിൽക്കുന്ന രഹസ്യാംശകാർക്കായി പ്രാർത്ഥിക്കുന്ന പോലീസിന്റെ സെഷനുകൾക്കായി, ജുഡീഷ്യൽ സെഷനുകൾക്കായി, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ വിഭാഗങ്ങൾക്കായി, സകലങ്ങളിലും പൊതുമേഖല, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖല, ബാങ്കിംഗ് മേഖലയായിരിക്കുന്ന ഭരണപ്രതിപക്ഷ പാർട്ടികൾക്കായി, എല്ലാ മത, സാമൂഹിക, സംസ്കാര, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്ന എല്ലാ പ്രീവിയസ് സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, കർത്താവ്, കടലോര വാസികൾ, തീരദേശ മത്സരത്തിന് ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, കനികളിലും കമ്പനിയും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ചെലവ് വരുമാനില്ല വ്യാപാരി, ബസ് വഴിയൊരു കച്ചവടക്കാരെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയായിരിക്കുന്ന പാടത്തും പറമ്പിലും കോടിയിലും കല്ലോടും മണ്ണോടും കത്താം തടിയോടും മല്ലടിക്കുന്ന ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സ് ടെലിവിഷൻ, എല്ലാ ഹെവി ഡ്രൈവർമാരെയും, വാഹനം ഉണ്ടാക്കുന്ന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്രം കർത്താവ്, എല്ലാ ജനത്തെയും കഷ്ടതയുടെ അനുഗ്രഹത്തിൽ കടന്നു തലമുറയില്ലാത്തവർക്കായി ഭവനമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി, സാമ്പത്തിക നഷ്ടം, കടക്കണിയാൽ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ വിധ നിരാശകൾ, മാർത്തല്യസഹജമായ ഭാരപ്പെടുന്നത്, മാരകമായ രോഗങ്ങൾ, സർജറിക്ക് വിധേയപ്പെട്ടവർ, സർജറി കിടക്കണം, ജന്മന വൈകല്യമുള്ളവരെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ജനത്തിന് വിടല കൊടുക്കണമേ, വിടലുള്ള സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ബാല്യത്തിൽ, കൗമാര, യുവനത്തിൽ, വാർത്തയാചർ, തകരാറിലായിരിക്കുന്ന ജനത്തിന്, വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന, നൊമ്പർ സഹിക്കുന്ന, വിസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും, പാസ്പോർട്ട് പുതുക്കിയിട്ട് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ദേശം ജയിലിൽ കിടക്കുന്നവർ,
കർത്താവ് സോഷ്യൽ വർക്കറുകളുടെ കയ്യിൽ കുട്ടികൾ അകപ്പെട്ട് കിടക്കുന്നവർ ആമേ നിയമ കർത്താവ് വിദേശ കഷ്ടം നൊമ്പരപ്പെടുന്ന മണ്ഡല കഷ്ടം സഹിക്കുന്ന സാലറി കിട്ടാതെ ഭാരപ്പെടുന്ന വിദേശ നാട്ടിൽ കടന്നുപോകാൻ നൊമ്പരപ്പെടുന്ന അനവധി ആളുകളെ ഞങ്ങൾ ദൈവരങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവി ഞാൻ തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങളിൽ LKG UKG പ്രൈമറി UP ഹൈസ്കൂൾ അടക്കമുള്ളവർ മദ്യവുമായി കിടക്കി 24 അടിമപ്പെട്ടിരിക്കുന്ന തലമുറയ്ക്കായി ഒരു വിടുതൽ കൊടുക്കണമേ. കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ദേശത്തെ നശിപ്പിക്കുന്ന മദ്യരൂപികളെ മയക്കുരൂപി സന്ദർശിക്കണമേ. സുവിശേഷ വിരോധമായി നിൽക്കുന്ന തീവ്രവാദികളെ ഭീകരവാദി വർഗീയവാദികളെ നിരീശ്വരവാദി യുക്തിവാദികൾ ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർ അടക്കമുള്ള സകല രീതികൾ സന്ദർശിപ്പായി ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് മനുഷ്യനെ ദൃശ്യവുമായി പോയ മനസാക്ഷി, മനുഷ്യനെ മരവിച്ചു പോയ മനസാക്ഷി ദിവസങ്ങളിൽ കർത്താവ് ജനം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മടങ്ങി വന്ന് ജീവനുള്ള ദൈവത്തെ, അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ ജനം വിശ്വസിപ്പാൻ കർത്താവ് യേശുവിലൂടെ പുതിയ ജീവപ്രാൻ സകല ജനത്തെ ഒരുക്കണമേ. ജാതി മത വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരത്തിലെ പാർക്കുന്ന സകല ജനത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുഖപക്ഷം കൂടാതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് കർത്താവിന്റെ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ കർത്താവ് വേലയിലായിരിക്കുന്ന ദൈവദാസിദാസന്മാർ അവരുടെ കുടുംബങ്ങൾ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലും ഞങ്ങൾ ദൈവപ്രവൃത്തി അയക്കണമായി അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.